الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്, നിർദ്ദേശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ അൽ ഫുർഖാനിലെ 23-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓതിവെച്ചത്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, എന്നിട്ട് നാം അതിനെ ചിതറിയ ധൂളി പോലെ ആക്കി തീർക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മാസത്തിന്റെ പവിത്രതയും അതിന്റെ ശ്രേഷ്ഠതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന 3 അവസരങ്ങളിൽ ഒന്നാണ് ശഅബാൻ മാസം എന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. അതോടൊപ്പം തന്നെ ശഅബാൻ 1 മുതലുള്ള ശ്രേഷ്ഠത നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ആ രൂപത്തിൽ അത് കാണാതെ ശഅബാൻ 15-ന് മാത്രം ഒരു ശ്രേഷ്ഠത കാണുന്ന ഒരാഘോഷം സംഘടിപ്പിക്കുന്നതിന്റെ നിരർത്ഥകതയെ കുറിച്ചും നാം മനസ്സിലാക്കിയുണ്ടായി. ഞാൻ അത് ആവർത്തിക്കുകയല്ല. അപ്പം ഞാനിപ്പോൾ ഓതിവെച്ച വചനം, നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുന്നു. ആ കർമ്മങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ഒന്ന്
വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു, അതിനെ പരിശോധിക്കുന്നു. ആ കർമ്മങ്ങളെ മുഴുവനും നാം വെറും ധൂളികളായി ഒരു ഫലവുമില്ലാത്ത കാര്യങ്ങളാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ നാം എത്രയേറെ ഗൗരവത്തോടെ കർമ്മങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനം. നമ്മളുടെ കർമ്മഫലം പൂർണ്ണമായി ലഭിക്കുന്നത് പരലോകത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും, വിശ്വസിക്കേണ്ടവരാണ്. അതിന്റെ കർമ്മങ്ങളുടെ ഫലം ഇവിടെ പൂർണ്ണമായും ലഭിക്കില്ല. അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. അത്ര പരിചിതമാണല്ലോ ആ രണ്ട് വചനങ്ങൾ നമുക്ക്. എന്ത് കർമ്മമാണോ അവൻ അനുഷ്ഠിക്കുന്നത്, അത് ഖൈറാണെങ്കിൽ അത് അവിടെ കാണും, അത് ഷർറാണെങ്കിലും അവിടെ കാണും. എന്തായാലും അത് അവിടെ കണ്ടേ തീരൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ കർമ്മഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുന്നത് മരണാനന്തരം അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് എന്ന് വ്യക്തമാക്കുന്ന സൂറ ആല ഇമ്രാനിലെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഓരോ ആത്മാവും ഓരോ ശരീരവും മരണം എന്താണ് എന്ന് ആസ്വദിച്ചു നോക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ആ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വഇന്നമാതു വഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അന്ന് ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. പ്രിയമുള്ളവരെ, ഈ വിജയത്തിന് വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് മുഴുവൻ. അങ്ങനെ എടുക്കുന്ന ഈ പണി മുഴുവൻ, ഈ കർമ്മങ്ങൾ മുഴുവനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹബാഅം മൻസൂറ എന്ന് പറയുന്ന ഇനത്തിലേക്ക് പോയാൽ നമ്മുടെ പരലോക ജീവിതത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഗൗരവമായി നാം ചിന്തിക്കുക. അങ്ങനെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഭയപ്പാടുണ്ടാകണം. നമ്മുടെ പൂർവികന്മാർ അതിൽ ഏറ്റവും കൂടുതൽ ഭയം വെച്ച് പുലർത്തിയവരായിരുന്നു. അവർ നമ്മളെക്കാൾ കർമ്മങ്ങൾ കൊണ്ട് ഏറെ മുന്നിലായവരായിരുന്നു. നമ്മളെക്കാൾ ഒരു പക്ഷേ അവരിലൊന്നും തിന്മകൾ ഒട്ടും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയാവുന്ന നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പരലോകത്ത് അവന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, പൂർണ്ണമായും അവന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു പൂർവികന്മാർ, സഹാബാക്കൾ എന്ന് നമുക്കറിയാം. ആ സഹാബാക്കൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതും പറയുന്നതും അവരെത്രമാത്രം അതിനെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആകളിൽ വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നതിൽ, അത് മനഃപ്പാഠമാക്കിയതിലൊക്കെ ഏറ്റവും മുൻനിരയിൽ നിന്ന ഒരു സഹാബിയായിരുന്നു. ആ സഹാബിയുടെ ഖുർആൻ പാരായണം കേൾക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഓതി കേൾക്കാൻ ആവശ്യപ്പെടുകയും അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ആ ഓതല് കേട്ട് പ്രവാചകൻ കരയുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. അത്രയേറെ ശ്രദ്ധേയനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഒരു കർമ്മം സ്വീകരിച്ചു എന്ന് എനിക്കറിയാൻ കഴിയുക എന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന ലീ മിൽഉൽ അർദി ദഹബ, ഭൂമി നിറയെ എനിക്ക് സ്വർണം ലഭിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു കർമ്മം, അള്ളാഹു ഒരു അമല് എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയുക എന്നത്, ഈ ഭൂമി നിറയെ സ്വർണം എനിക്കുണ്ടാകുന്നു എന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ
ഒരു കർമ്മം അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കുന്നതിനെ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു, അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതിനെ കുറിച്ച് എത്രമാത്രം ഭയമുണ്ടായിരുന്നു അവർക്ക് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ്. ഇപ്പോൾ കർമ്മങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്ത് അധ്വാനിച്ച് ക്ഷീണിച്ച് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇവിടെയാണ് നാം ശ്രമം നടത്തേണ്ടത്. സൂറത്തുൽ വാശിയിലെ വചനം നമുക്കെല്ലാം പരിചിതമാണ്. ഉജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. നഊദു ബില്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നറിയോ, ഒന്നും ചെയ്യാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നതല്ല. ഒരുപാട് പ്രവർത്തിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെയ്തത്, ഒരുപാട് അമലുകൾ ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയത്. പക്ഷേ അവിടെ അങ്ങേയറ്റം വിനയാന്വിതരായി മുഖം താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥാവിശേഷം. എന്തേ? ആ ചെയ്തതൊന്നും ഫലവത്തായില്ല. അധ്വാനിച്ച് ക്ഷീണിച്ചു, ആ ക്ഷീണം മാത്രമേ ബാക്കിയുള്ളൂ. തസ്ലാ നാറൻ ഹാമിയ, ചൂടുള്ള നരകത്തിലേക്കാണ് അവർ പോവുക എന്ന്. അതിലപ്പുറം ഭയപ്പെടാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ തിരുത്താൻ നമുക്ക് നേരമില്ല. അത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ യഥാവിധി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിനും അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. എനിക്കും ഓർക്കാം, നമുക്കെല്ലാവർക്കും ഓർക്കാം. മാറണമെങ്കിൽ മാറാം, മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ ചില കാര്യങ്ങൾ. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അടിസ്ഥാനപരമായിട്ടുള്ളത്, നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരു ലവലേശവും കറ പുരളുന്നില്ല എന്നുള്ള ഉറപ്പാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദ് എന്താണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുക. അതിൽ എന്തെങ്കിലും കറ പുരണ്ടാൽ അതോടുകൂടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും പോകും. അത് മാത്രമല്ല പോവുക, എല്ലാ കർമ്മങ്ങളും പോകും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന വചനം നമുക്ക് സുപരിചിതമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുള്ള വഹയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ശ്രദ്ധിക്കേണ്ടത്, ഗൗരവമുള്ളത്, ലഇൻ അശ്റക്ത, പ്രവാചകനോടാണ് പറയുന്നത്. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, നിന്നിൽ നിന്ന് അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ, ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല. പറഞ്ഞ വാക്കെന്താ? ലയഹ്ബതന്ന അമലുക, നിന്റെ അമല് പൊളിഞ്ഞു പോകും. നീ ചെയ്ത അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളുടെ ഗണത്തിൽ പെടുകയും ചെയ്യും, സൂക്ഷിക്കുക എന്ന് പ്രവാചകനോട് പറഞ്ഞു. ആ പ്രവാചകനോട് മാത്രമല്ല, മുമ്പ് വന്ന പ്രവാചകന്മാർക്കും ഇതേ വഹിയാണ് നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു അവിടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, പ്രവാചകന്മാർ മുഴുവൻ ഏത് പ്രദേശത്തേക്കാണോ വന്നിട്ടുള്ളത് ആ പ്രദേശത്ത് ഷിർക്കിൽ മുങ്ങി ജീവിച്ചിരുന്ന ജനതയോട് പോരാടിയവരാണ്, ഷിർക്കിനെതിരെ അടരാടിയവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചവരാണ്, നാട് വിട്ടു പോകേണ്ടി വന്നവരാണ്, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. ഇങ്ങനെ പലതും സഹിച്ച ആ പ്രവാചകന്മാരോടാണ് പറയുന്നത്, ഷിർക്ക് വരരുത്, ജീവിതത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ വന്നാൽ അമല് മുഴുവൻ പോകും. അപ്പൊ ഒന്നാമത്തെ അതാണ്. തന്നെയുമല്ല, സൂറത്തു അൻആം 6-ാം അധ്യായം അതിലെ 84 മുതൽ 87 വരെയുള്ള വചനങ്ങൾ, ആ വചനങ്ങളിൽ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചയച്ച മഹാന്മാരായ പ്രവാചകന്മാരുടെ കുറെ അധികം ആളുകളുടെ പേരുകളാണ് ആ വചനങ്ങളിൽ പറയുന്നത്. അതിൽ മിക്ക പ്രവാചകന്മാരുടെയും പേരുകളുണ്ട്. ആ പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു വാചകം പറയുന്നു, വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. അവരെയെല്ലാം ശ്രേഷ്ഠരായി നാം തെരഞ്ഞെടുത്തു. ആ പ്രവാചകന്മാർ, അവരുടെ സഹോദരന്മാർ,
അവരുടെ സന്താനങ്ങൾ, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇവരെ ഒക്കെ നാം ശ്രേഷ്ഠതയുള്ളവരായി തെരഞ്ഞെടുത്തു. എന്നിട്ട് വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അവരെ നാം മാർഗദർശനം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ദാലിക ഹുദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ സന്മാർഗം, അതാണ് അള്ളാഹുവിന്റെ ഹിദായത്ത്. യഹ്ദീ മൻ യശാഉ മിൻ ഇബാദി, അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് വഴി കാണിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നയിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. അള്ളാഹുവിനാൽ നിയുക്തരായ പ്രവാചകന്മാരിൽ പ്രമുഖരായ പലരുടെയും പേരുകളാണ് ഈ വചനങ്ങളിൽ ഓരോരുത്തരെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരുടെ പിതാക്കന്മാർ, അവരുടെ സന്താനങ്ങൾ, അവരുടെ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരെ തെരഞ്ഞെടുക്കുകയും ഇവർക്കൊക്കെ ഹിദായത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന വചനം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ, ഈ പറഞ്ഞ പ്രവാചകന്മാരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരെന്ത് പ്രവർത്തിച്ചുവോ അതവർക്ക് നിഷ്ഫലമായി പോകും. സൂക്ഷിക്കുക, ഒരിക്കലും ശിർക്കിന്റെ അംശം നമ്മുടെ വിശ്വാസത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവവും നമ്മിൽ ഉണ്ടാകരുത്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നേരുന്ന ഒന്നും നമ്മിൽ നിന്ന് സംഭവിക്കരുത്. നമ്മുടെ തവക്കുൽ അള്ളാഹുവിങ്കൽ മാത്രമായിരിക്കണം. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അമലുകൾ. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുല്ലാഹ്. അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതും അവന് മാത്രമായിട്ടുള്ളതുമായ അമലല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കാരം പറ്റില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ, സക്കാത്ത്, നോമ്പ് തുടങ്ങിയ കർമ്മങ്ങൾ പാടില്ല, അമലുകൾ നിഷ്ഫലമായി പോകും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞ വചനം ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അവർ മറ്റുള്ളവരെ കാണിക്കാനാണ്. എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു, വെള്ളിയാഴ്ച ഞാനും ഒന്ന് പൊയ്ക്കളയാം, പാടില്ല പ്രിയമുള്ളവരെ. എല്ലാവരും പോകുന്നു പള്ളിയിലേക്ക് ജമാഅത്തിന്, ഞാനും ഒന്ന് പൊയ്ക്കളയാം, ഇല്ലെങ്കിൽ എന്ത് വിചാരിക്കും, പാടില്ല. മറിച്ച് നമസ്കരിക്കൽ, അത് ജമാഅത്തായി നിർവഹിക്കൽ, ജുമുഅക്ക് പള്ളിയിൽ വരൽ, ഖുതുബ ശ്രവിക്കൽ, നമസ്കരിക്കൽ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യവും പുണ്യകരമാണ്, എന്റെ ബാധ്യതയാണ് എന്ന് ഓർത്തുകൊണ്ട് ആയിരിക്കണം ജുമുഅക്കായിരുന്നാലും ജമാഅത്തുകൾക്കായിരുന്നാലും പള്ളിയിലേക്ക് നമ്മൾ വരേണ്ടത്. അപ്പോഴേ അത് അതായി മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റെന്തോ ആയി മാറും, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ഈ സമയമൊക്കെ വെറുതെ പോകും. ഇത് തന്നെ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കർമ്മം എങ്ങനെ ചെയ്യണം, അത് ഏത് രൂപത്തിലായിരിക്കണം, അത് ഏത് സമയത്തായിരിക്കണം, എപ്പോഴായിരിക്കണം, അതിന്റെ ആദ്യം എന്ത്, അവസാനം എന്ത് തുടങ്ങി കർമ്മങ്ങളുടെ രൂപരേഖ, ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിന് അവകാശം നമുക്കില്ല. അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. 5 വഖത്ത് നമസ്കാരം, ഇന്ന സമയങ്ങൾ, ഇത്ര റക്അത്തുകൾ, തുടക്കം ഇന്നത്, അവസാനം ഇന്നത്, ഐച്ഛികമായ നമസ്കാരങ്ങൾ ഇന്നതൊക്കെ, നോമ്പ് ഇന്നതുപോലെ, സുന്നത്ത് നോമ്പുകൾ ഇന്നതൊക്കെ എന്ന് നമുക്ക് എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലാണ് നാം നിൽക്കേണ്ടത്. അതിനാണ് സാധാരണയായി പറയുന്നത് ഇത്തിബാഉ സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റുക എന്നത്. അതില്ലാതെ ഒരു അമലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മളുടെ നിർദ്ദേശമില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത എന്തെങ്കിലും ഒരു അമല് ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. എന്തുകൊണ്ട്?
ഏത് കാര്യത്തിനും ഉത്തമമായ മാതൃക പ്രവാചകനിൽ മാത്രമേ ഉള്ളൂ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലാണ് ഉത്കൃഷ്ടമായ മാതൃക. നമുക്ക് ശഅബാൻ 15 നോമ്പ് പിടിക്കണോ പിടിക്കണ്ടേ, മാതൃക അവിടെയാണ്, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ സുന്നത്ത് നോമ്പുകൾ ഞാൻ അനുഷ്ഠിക്കണം അനുഷ്ഠിക്കേണ്ട, മാതൃക അവിടെയാണ്. നമസ്കാരം എങ്ങനെ, നമസ്കാര ശേഷം എന്ത്, നമസ്കാരത്തിൽ എന്തെല്ലാം, ഏതൊക്കെ രൂപത്തിൽ, മാതൃക അവിടെയാണ്, നമ്മളല്ല കണ്ടെത്തേണ്ടത്. എനിക്കെന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ എന്റെ ചിന്തയിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ തള്ളിക്കളയാനുള്ള അവകാശമൊന്നും നമുക്കാർക്കുമില്ല. റസൂലിൽ മാതൃകയുള്ള, അള്ളാഹു നിശ്ചയിച്ച ഏത് കർമ്മമുണ്ടോ അതങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് ആ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് യഥാവിധി ഉയർത്തപ്പെടുക, ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടാതെ പോകും എന്ന് നാം ഓർക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന 1-2 കാര്യങ്ങൾ കൂടി മാത്രം സൂചിപ്പിക്കട്ടെ. അതിൽ ഒന്ന് കടം. കടം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ എന്താണ് കടവും നമ്മളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതുമായിട്ടുള്ള ബന്ധം എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ വലിയ ബന്ധമുണ്ട് പ്രിയമുള്ളവരെ. രക്തസാക്ഷികളുടെ അമലുകൾ പോലും രക്തസാക്ഷിക്ക് പരലോകത്തുള്ള സ്ഥാനവും പദവിയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അത്ര വലിയ പദവിയാണ് അള്ളാഹു അവർക്ക് നൽകിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരണപ്പെട്ട രക്തസാക്ഷികളായ ആളുകൾക്ക് പോലും കടമുണ്ട് എങ്കിൽ അവരുടെ പദവിക്ക് കുറവ് സംഭവിക്കും എന്നുള്ളത് ഗൗരവമായി നാം മനസ്സിലാക്കുക. അതിനൊന്നും ഭാഗ്യം സിദ്ധിക്കാത്തവരാണ് ഞാനും നിങ്ങളും. എന്നിട്ട് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ് കടം വാങ്ങലും കൊടുക്കലും വീട്ടലും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതില്ലാത്ത ഒരു ജീവിതം സാമൂഹിക ജീവിതത്തിൽ ചിന്തിക്കാനേ കഴിയില്ല. പക്ഷേ കടം അത് കടമാക്കി ഇട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാൽ കർമ്മങ്ങളൊക്കെ പോവും, കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇത് നിസ്സാരമായി നാം കാണരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ മാത്ത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ ഖുളിയ മിൻ ഹസനാതിഹി ലൈസ സമ്മ ദീനാറും വലാ ദിർഹമുൻ. ആരെങ്കിലും മരണപ്പെട്ടാൽ ഏത് നിലയിൽ, അവന് ദീനാറും ദിർഹമും കടക്കാരനായിരിക്കെ, കടം വീട്ടാനുണ്ടായിരിക്കെ, ദീനാറും ദിർഹമും എന്ന് അന്നത്തെ കഥ പറഞ്ഞുവെങ്കിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന കറൻസി തന്നെ അല്ലെങ്കിൽ പണം തന്നെ ഏതോ ആകട്ടെ, അത് കടമാക്കി ഇട്ടുകൊണ്ട് മരണപ്പെട്ടാൽ ഖുളിയ, ആ കടം വീട്ടപ്പെടും, മിൻ ഹസനാതിഹി, അവന്റെ നന്മകളിൽ നിന്ന് വീട്ടപ്പെടും. ആ നന്മകളൊക്കെ പോവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ആത്മാവ്, നഫ്സ് കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നത് കടവുമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ നിസ്സാരമായി കാണുന്നതാണ്, വളരെ നിസ്സാരമായി കാണുന്നതാണ്. പക്ഷേ ആ നിലയിൽ മരണപ്പെട്ടതിന് ശേഷം മറ്റാരെങ്കിലും ആ കടം വീട്ടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ആ ബാധ്യത അവിടെ നിലനിൽക്കും. തന്നെയുമല്ല, പരിശുദ്ധ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ സ്വത്ത് അനന്തരമായി എടുക്കുന്നവർ ആദ്യം നോക്കേണ്ടത് മരണപ്പെട്ടു പോയ ഉപ്പാക്ക്, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് കടമുണ്ടോ, അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ എന്തെങ്കിലും വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ കടമുണ്ട് എങ്കിൽ ആ കടം വീട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള സ്വത്ത് മാത്രമേ മക്കൾ ഡിവൈഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ആര് ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇതൊക്കെ? ഉപ്പ കടം വരുത്തി പോയെങ്കിൽ ഉപ്പ കടവുമായി പോയി, ഉമ്മ കടം വരുത്തി പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ കടവുമായി പോയി. ഇപ്പൊ ഈ സ്വത്ത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം കൂടി അക്കിലൽ അമ്മ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ വാരി കൂട്ടി വെച്ച് തിന്നുന്നുണ്ടല്ലോ നമ്മൾ. ആലോചിക്കണം പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമുക്ക് വേണ്ടി ആയിരിക്കാം ആ കടം ഉപ്പ പേറിയിട്ടുണ്ടാവുക. അത് വീട്ടന്റെ ബാധ്യത നമ്മളാണ് എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകാതെ ആ ഉപ്പയെ നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, പരലോകത്ത് പരാജിതനാകുന്ന അവസ്ഥയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന മക്കളുണ്ടോ? ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ, ആലോചിക്കണം. വളരെ ഗൗരവമുണ്ട് ഇക്കാര്യം. നിസ്സാരമാണ് നമുക്കൊക്കെ. അമലുകൾ തടയപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാതായി പോകുന്നു എന്ന് പറയുന്നതിൽ പെട്ടത് തന്നെയാണിത്. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, അത് ചെയ്തുകൊണ്ട് എന്ത് നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ഒരു കാര്യമില്ല. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരിക്കൽ തന്റെ അനുചരന്മാരെ മുന്നിലിരുത്തിക്കൊണ്ട് ചോദിച്ചു, ആരാണ് മുഫ്ലിസ് എന്നറിയുമോ? ആരാണ് പാപ്പരായവൻ എന്നറിയുമോ? നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ പാപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകും, കയ്യിലൊന്നും ഇല്ലാത്തവൻ, എല്ലാം നഷ്ടപ്പെട്ടവൻ. സഹാബത്തും അതേ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഞങ്ങളിൽ ദിർഹമും മത്താഴും, ജീവിക്കാനുള്ള വിഭവവും നാണയങ്ങളും ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ, അവനാണ് മുഫ്ലിസ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. എന്റെ സമുദായത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത് അവൻ പരലോകത്ത് വരുന്നു. എന്തൊക്കെയുണ്ട്? അവൻ ഇവിടെ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ച് റമളാനിലെ വ്രതാനുഷ്ഠാനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നും ചെയ്യാത്തവനായിട്ടല്ല വരുന്നത്. ഇതെല്ലാമായി അവൻ വരുന്നു. പക്ഷേ അവൻ വരുന്നത് എങ്ങനെയാണ്? ഒരുത്തനെ ചീത്ത പറഞ്ഞിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. വേറൊരുത്തനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടാണ് വന്നത്. വാക്കലമാലഹാദ, മറ്റൊരുത്തന്റെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടാണ് വരുന്നത്. വസഫക ദമഹാദ, വേറൊരുത്തന്റെ രക്തം ചിന്തിയിട്ടാണ് വരുന്നത്. വലറബഹാദ, മറ്റൊരുത്തനെ തല്ലിയിട്ടാണ് വരുന്നത്. ആ രൂപത്തിൽ നാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യാവുന്ന സർവ്വ ഉപദ്രവങ്ങളും ചെയ്തിട്ട് നോമ്പും നിസ്കാരവും സക്കാത്തുമായി പരലോകത്ത് കടന്നു വരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ നാക്ക് ശരിയാണോ? നമ്മുടെ വാക്കുകൾ ശരിയാണോ? നമ്മുടെ പെരുമാറ്റങ്ങൾ ശരിയാണോ? ആരുടെയെങ്കിലും ധനം നമ്മളുടെ കയ്യിൽ അന്യായമായിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് നമസ്കരിക്ക്, എന്നിട്ട് നോമ്പ് പിടിക്ക്, എന്നിട്ട് സക്കാത്ത് കൊടുക്ക്. ഇതേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു നീതിമാനാണ്. ആ നീതിമാനായ അള്ളാഹു അവിടെ വിധി കൽപ്പിക്കുന്നു. എന്താണ്? ഓരോരുത്തർക്കും ഈ നമസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും സക്കാത്ത് കൊടുത്തും ഒക്കെ വന്ന ഈ മനുഷ്യന്റെ ഈ നന്മകളുണ്ടല്ലോ, അത് ഓരോരുത്തർക്കായി എഴുത്തങ്ങോട്ട് നൽകപ്പെടും. അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്തേ നീ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ അവകാശമില്ല, അനങ്ങൂല്ല. നമ്മള് കൊടുക്കും. എന്നിട്ട് പറയുന്നു, ഇവന്റെ മേൽ ബാധ്യതയായി ഉണ്ടായിരുന്ന സർവകാര്യങ്ങളും അവസാനിക്കുന്നതിന് മുമ്പ് ഇവന്റെ നന്മകളൊക്കെ അവസാനിച്ചു പോയാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് ഇങ്ങോട്ടെടുക്കപ്പെടും. ആ പാപങ്ങളൊക്കെ ഇവന്റെ മേൽ എറിയപ്പെടും. പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എവിടെ പോയി കർമ്മങ്ങൾ? എവിടെ പോയി അനുഷ്ഠിച്ച നമസ്കാരം, ചെയ്ത നമസ്കാരം? തിരുത്തണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള വല്ലതൊക്കെ ഉണ്ട് എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അവിടെ തിരുത്താൻ നേരമില്ല, അവിടെ അനുഭവിക്കാനേ നേരമുണ്ടാവുകയുള്ളൂ. ചെയ്തതിന്റെ പരിണിത ഫലം നിസ്സാരമായി തോന്നുന്നവയാണ് ഇവയൊക്കെ, പക്ഷേ ഗൗരവമുള്ളതാണ്. ആ സമയത്ത് പകരം വെക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു നിഷിദ്ധമാക്കിയത് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ചില ആൾക്കാരെ എനിക്കറിയാം. യഅ്തൂന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബൈളാ. അറേബ്യയിലെ ഒരു വലിയ പർവ്വതത്തിന്റെ പേരാണ് തിഹാമ എന്ന് പറയുന്ന പർവ്വതം. ആ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ പർവ്വതത്തിന് സമാനമായ സൽക്കർമ്മങ്ങളുമായി അവർ പരലോകത്ത് വരും. വെറുതെ വെറും കൈയോടെ വരുന്നവരല്ല, കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അല്ലാഹു ആ കർമ്മങ്ങളെ മുഴുവനും ആക്കും ഹബാഅം മൻസൂറാ. നേരത്തെ ഖുർആനിൽ പറഞ്ഞ അതേ വാചകം, ഹബാഅം മൻസൂറാ, ധൂളികളാക്കി മാറ്റും ഈ കർമ്മങ്ങൾ മുഴുവനും. എന്തേ കാരണം?
ഇത് കേട്ട സന്ദർഭത്തിൽ സൗബാൻ എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചതാ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി താ. എന്തേ കാരണം? ഞങ്ങൾ അറിയാതെ അവരിലെങ്ങാണം പെട്ടുപോയാലോ എന്ന് ഭയപ്പെടുന്നു, അതുകൊണ്ട് ആരാണ് അവരെന്ന് പറഞ്ഞതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അമ്മാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദത്തിക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്, നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടവർ തന്നെയാണ്, വിശ്വാസി സഹോദര സമൂഹത്തിൽ പെട്ടതാണത്, നിങ്ങളുടെ സഹോദരന്മാരാണ്. അതുപോലെ തന്നെ വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരുമാണ്, പുറത്തുള്ളവരൊന്നുമല്ല. പിന്നെയോ വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന, നിങ്ങൾ രാവിനെ സ്വീകരിക്കുന്നത് പോലെ അവരും രാവിനെ സ്വീകരിക്കും, അങ്ങനെയുള്ളവർ തന്നെയാണ്, നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ സഹോദരന്മാരായ ആളുകൾ തന്നെയാണ്. വലാകിന്നഹും, പക്ഷേ അവർ അഖ്വാമുൻ, ചില ആളുകളാണ്. ഇദാ ഖലൗ, അവർ തനിച്ചായാൽ, അവർ ഒറ്റയ്ക്കായാൽ, ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ, അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളെ മുഴുവനും അവർ ചെയ്യും. അതും ഹസനാത്തുകളായി വരുന്നവർ തന്നെയാണ്. ഇങ്ങനെയുള്ള പലതും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചാൽ ഉള്ള സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അമലുകളൊന്നും അങ്ങോട്ട് പോവില്ല. ജ്യോത്സ്യന്മാരെ സമീപിച്ചാലും അമലുകളൊന്നും അങ്ങോട്ട് പോവില്ല. അതുപോലെ തന്നെ പിണങ്ങി ജീവിക്കുന്ന ആളുകളുടെ അമലുകളും അങ്ങോട്ട് ഉയർത്തപ്പെടുകയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, ആഴ്ചയിൽ 2 ദിവസം അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ആ 2 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുന്നതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതേ പ്രവാചകൻ തന്നെ പറയുകയാണ്, ഈ അമലുകൾ അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ ചില ആളുകളുടെ അമലുകൾ അങ്ങോട്ട് ഉയർത്തപ്പെടൂല. ആരാണവർ? ഇല്ലാ അൻ മുഅ്മിനിൻ ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, എല്ലാ വിശ്വാസിയുടെ അമലുകളും സമർപ്പിക്കപ്പെടും. എന്നിട്ടോ ഇല്ല അബ്ദൻ, ഒരു മനുഷ്യന്റെ ഒഴികെ, ബൈനി വ ബൈന അഖീഹി ഷഹനാ, അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ പിണങ്ങി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ അമൽ അങ്ങോട്ട് ഉയർത്തപ്പെടൂല. എന്നിട്ടും അല്ലാഹു ഒരു അവസരം കൊടുക്കുമെന്നാണ്, മലക്കുകളോട് നിർദ്ദേശിക്കുമെന്നാണ്, ഒരല്പം കാത്തിരിക്കുക, അവര് സുൽഹാകുമോ നന്നാകുമോ എന്ന് നമുക്ക് നോക്കാം, ഒരു സമയം കൂടി നൽകും. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ അവരുടെ അമലുകൾ അങ്ങോട്ട് പോവില്ല. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ലേ പ്രിയമുള്ളവരെ ഈ പറഞ്ഞത്? ഇങ്ങനെയായി നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ തിരസ്കരിക്കപ്പെട്ടു പോകുന്ന, പരലോകത്ത് വലിയ പ്രതീക്ഷയോടെ എത്തിപ്പെടുമ്പോൾ അതൊന്നും ഫലം ചെയ്യാതെ പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് നാം എത്തിച്ചേരുമെന്ന് വളരെ മുൻകൂട്ടി, ഇനിയുണ്ട് പലതും, വളരെ മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ എന്തിനാണത്? നമ്മുടെ ഉൾക്കൊള്ളാനാണ്. പരിശുദ്ധ റമദാനിലേക്ക് നാം നടന്ന് അടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാറേണ്ടതൊക്കെ മാറാം, മാറ്റേണ്ടത് മാറ്റാം. ഉണ്ട് നമ്മളിൽ പലരിലും. അതൊരു മാറ്റത്തിന് വിധേയമാക്കി ആ അമലുകൾ പടച്ചവനോട് ഖേദിച്ചു അതോടൊപ്പം തന്നെ എന്തൊരു അമല് ചെറുതാകട്ടെ വലുതാകട്ടെ അത് ചെയ്താൽ ആത്മാർത്ഥമായി റബ്ബിനോട് സ്വീകരിക്കാൻ അങ്ങേയറ്റം വിനയത്തോടു കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. ഒരാൾക്കൊരു 50 രൂപ കയ്യിലേക്ക് കൊടുത്താലും മനസ്സിൽ പ്രാർത്ഥന വേണം, റബ്ബനാ തഖബ്ബൽ മിന്ന, അല്ലെങ്കിൽ റബ്ബി തഖബ്ബൽ മിന്നി. നമ്മൾ ചെയ്യേണ്ട കാര്യം, അങ്ങോട്ട് സ്വീകരിച്ചാലേ ഇതൊക്കെ അംഗീകരിക്കപ്പെടുകയുള്ളൂ, ഇതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയെങ്കിൽ ആ ഉയർത്തപ്പെടേണ്ട കർമ്മങ്ങൾ അങ്ങനെ ഉയർത്തപ്പെടാതെ തിരസ്കരിക്കപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത് എങ്കിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിലൊന്നും പെടാതെ കർമ്മങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ട് പൂർണ്ണ പ്രതിഫലം പരലോകത്ത് നേടാൻ അല്ലാഹു
തൗഫീഖ് നൽകുന്ന, സൗഭാഗ്യം നൽകുന്ന അവന്റെ വിശ്വാസികളിലും വിശ്വാസിനികളിലും നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നാം നമ്മളുടെ വളർന്നു വരുന്ന തലമുറയെ, യുവാക്കളെ വിദ്യാഭ്യാസത്തിനായി നാം പല സ്ഥലങ്ങളിലേക്കും അയക്കുന്നത് വലിയ പ്രതീക്ഷയോടെയും വലിയ ലക്ഷ്യത്തോടെയുമാണ്. ആ പ്രതീക്ഷയും ലക്ഷ്യവും ഒക്കെ തകർന്നടിയുന്ന ഒരുപാട് സംഭവങ്ങൾ, ജീവിക്കുന്ന സംഭവങ്ങൾ നമ്മളുടെ ഇടയിൽ ദിനേന എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറയിലെ അധാർമികതകളോടുള്ള താല്പര്യം, ഭൗതികതയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു വശത്ത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് റാഗിങ് എന്ന് പറയുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളിലൂടെ ഭാവിയിൽ എന്തൊക്കെയോ ആയി മാറേണ്ട പലരെയും ഇല്ലായ്മ ചെയ്യുന്ന ദുരവസ്ഥ നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 ഫെബ്രുവരി 18 വയനാട് ഒരു വെറ്റിനറി കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, 2ാം വർഷ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവം. റാഗിംഗ് ആയിരുന്നു കാരണം. അപ്പോൾ അത് CBIയുടെ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റാഗിംഗ് എന്ന് പറയുന്നത് പാടില്ല എന്നുള്ള നിയമമുണ്ട്. അത് ചെയ്യുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അരങ്ങേറിയ സംഭവം മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. വായിച്ചവരാണ് നമ്മൾ, അതിലേക്കൊന്നും ഞാൻ കടത്തുന്നില്ല. ഏത് കുട്ടിയാണോ അതിന് വിധേയനായത് ആ കുട്ടിക്കും രക്ഷകർത്താക്കളുണ്ട്. അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ പറഞ്ഞ് അയച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് ചെയ്തവരാരോ, ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് അനുയോജ്യമായ ശിക്ഷ വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്ത ആൾക്കാരും അതേ കുറ്റം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിന് പരിഹാരം കാണാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും രാഷ്ട്രീയക്കാരുടെ പിന്തുണയും കൂടി വരുമ്പോൾ എന്തുമാകാമെന്നുള്ള ഒരു മനോഭാവത്തോടെ ചെറുപ്പക്കാർ നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ചെയ്തത് വായിക്കാനും കൂടി പറ്റുന്നില്ല. പത്രതാളുകളിൽ വന്നിട്ടുള്ള കാര്യം, എങ്ങനെ ഒരു മനുഷ്യന് തന്നെ പോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇങ്ങനെ ചെയ്യാൻ കഴിയും, ഇത്ര ക്രൂരമായി ചെയ്യാൻ കഴിയും? മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗം നാണിച്ചു പോകും. പൈശാചികത എന്ന് പറഞ്ഞാൽ പിശാച് വിട്ടോടും. അത്രമാത്രം മനുഷ്യത്വരഹിതമായ ക്രൂരമായ റാഗി. ഇതിങ്ങനെ തുടർന്നു പോകാൻ ഇവിടുത്തെ ഭരണാധികാരികളായിരുന്നാലും കലാലയങ്ങളുടെ അധികൃതരായിരുന്നാലും സമൂഹമായിരുന്നാലും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാകണം. ഇത് തടയപ്പെടണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ, പേരക്കിടാങ്ങളൊക്കെ ഇതുപോലെ എത്രയോ ഹോസ്റ്റലുകളിലും സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ടാകാം. എത്ര പ്രതീക്ഷയാണ് നമുക്കൊക്കെ അവരെ കുറിച്ചുള്ളത്. അതൊക്കെ തല്ലി തകർക്കുന്ന നിലയിലുള്ള ഇത്തരം നീക്കങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യന്റെ സംസ്കരണമാണ് എങ്കിൽ ആ സംസ്കരണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള, ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാനും അതിലൂടെ നീങ്ങുവാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സർവശക്തനായ റബ്ബ് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. 2-3 വ്യക്തികളെ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടു പോയ ഒന്ന്, നമ്മുടെ കൊല്ലം ഉള്ളൊരു കരീം ഹാജി എന്ന് പറയുന്ന, കൊല്ലം ജില്ലയിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്
പള്ളിമുക്കിൽ ഒരു പള്ളി സ്ഥാപിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സക്കാത്ത് സെല്ലിന്റെ രൂപീകരണത്തിലുമൊക്കെയായി പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു കരീം ഹാജി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മറ്റൊന്ന് പലർക്കും പരിചയമുണ്ടാകും, അദ്ദേഹം ഖത്തറിലാണ് സേവനമനുഷ്ഠിച്ചത്. ഖത്തറിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കഴിഞ്ഞ ദിവസം ഖബറടക്കിയത്. അദ്ദേഹത്തിന്റെ പേര് ഈസ എന്നാണ്. എല്ലാവരുടെയും ഈസക്കയാണ്. ഒരുപാട് പരിചയമുണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട്. ഖത്തറൊക്കെ സന്ദർശിക്കാൻ പോയ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തോടൊപ്പം ഇടപഴകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. വിശുദ്ധ ഖുർആൻ അവിടുത്തെ മലയാളികളുടെ ഇടയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ധനം വിനിയോഗിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖല, സാമൂഹിക മേഖല, കലാസാഹിത്യ മേഖല, എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി. പെട്ടെന്ന് അദ്ദേഹം 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും മരണപ്പെടുകയും അവിടെ തന്നെ ഖത്തറിൽ തന്നെ ഖബറടക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ സഫർ സുലൈമാൻ സേഠ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിര്യാതനായ മരണപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിനും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹുവിന്റെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ശയ്യാവലംബികളായി രോഗത്തിനടിമകളായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സിഹ്ഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.